അപ്പോൾ ഗൈസ്, ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. തുടക്കക്കാർക്ക് എങ്ങനെ ഒരു ഗ്രെയിൻസ് വരച്ചെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആയിരിക്കും. നമ്മളാദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കളറ് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്യാണ്. അതിന് ശേഷമാണ് നമ്മളതിനൊരു രൂപമാക്കി എടുക്കുന്നത്, നമ്മളെ വരയ്ക്കാനുള്ളൊരു രൂപമാക്കി എടുക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് കൈക്ക് വഴങ്ങുന്നൊരു ബ്രഷും ഉണ്ട്, ആ ഒരു രൂപമാക്കി എടുക്കുക. നമ്മളങ്ങനെ ഏതെങ്കിലും ഒരു ബ്രഷ് കൊണ്ട് നമ്മളതിനുള്ളൊരു രൂപമാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പതിയെ ഗ്രെയിൻസ് ഇട്ട് തുടങ്ങാം. പറ്റാവുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ തീരെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. തീരെ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നൊരു കാര്യമുള്ളൂ ഇത്. ഇതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു ഐഡിയ വെച്ചിട്ട് ചില ഗ്രെയിൻസൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊരിക്കലും ഈ വർക്കിൽ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, തുടക്കക്കാരെ ഉദ്ദേശിച്ച് മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിങ്ങനെ ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ഇട്ട് കൊടുത്താൽ ഫൈനൽ ലുക്കിൽ അത് കുറച്ചൊരു അടിപൊളിയായിട്ട് കിട്ടും നമുക്ക്. മൾട്ടിവുഡിൻ്റെ ഒരു പീസിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൻ്റെ ഒരു TV യൂണിറ്റിൻ്റെ ഒരു ഡോറാണിത്. TV യൂണിറ്റിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്നൊരു ഡോർ, അതിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്.
പിന്നെ നമുക്ക് തോന്നുന്നൊരു ഐഡിയക്ക് അനുസരിച്ച് മരത്തിന് ചില മരങ്ങളിൽ കാണല്ലേ ഈ കാതലിൻ്റെ സൈഡിൽ ചെറിയ പൊട്ടൊക്കെ വീണിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചെയ്തെടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, താല്പര്യമുള്ള ആൾക്കാർ. ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു.